ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ സജി. മാഡം, ഇയാൾക്ക് അനക്കമില്ല, മരിച്ചു എന്നാ തോന്നേ. നീ ശരിക്കും നോക്കിയോ? നോക്കി മാഡം, മരിച്ചു എന്ന് തന്നെയാ എന്റെ സംശയം. നീ ഫോൺ വെക്കേ, ഞാൻ ദാ വരുന്നു. ദീപകേ, അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. നീ വേഗം കാർ എടുത്തേ. ഇപ്പൊ എവിടേക്കാമേ? പറഞ്ഞാലേ നീ കാർ എടുക്കുള്ളൂ. അതല്ല, വർഷങ്ങളായിട്ട് എന്റെ കസ്റ്റഡി കിടന്ന് ഒരുത്തം മരിച്ചു. അവന്റെ ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയണം. നീ വേഗം വാ, ഓടാ അങ്ങോട്ട്. രാജു, നമ്മൾ മൊത്തത്തിലൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ബാക്കിയൊക്കെ അവര് നോക്കിക്കോളും. ഇതെല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യണം. ഈ ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം കൂടി രാജും കൂടി നോക്കണം. എനിക്കൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ. പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്റെ പണി വേറെ അല്ലേ മാഡം? എന്ത് പണി? അച്ഛന്റെ കൂടെ കാറി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാം. മന്ത്രിമന്ദിരം വേണ്ടാത്തതുകൊണ്ട് തക്കം കിട്ടുമ്പോഴൊക്കെ രണ്ടുപേരും വീട്ടില്. പിന്നെ കറക്കം എന്ത് ഹെഡേക്കുള്ള പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മാഡത്തിന് അറിയോ? SP മാഡം ആണല്ലോ. മാഡം എടുക്ക്, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് ഋതിക. എന്തുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മാഡം. ഞാനിപ്പോ വിളിച്ചത് ഋതികയുടെ അമ്മയുടെ കാര്യം പറയാനാ. അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ മാഡം? ഇല്ല, കണ്ടെത്താനുള്ള എല്ലാ നടപടികളും ഞാൻ അടിയന്തരമായി ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. ഋതികയുടെ അമ്മയെ കണ്ടുപിടിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നു. ലൈഫ് മുഴുവൻ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ ക്രിമിനലൊന്നും അല്ലല്ലോ പത്മാവതി വർമ്മ. അറിയപ്പെടുന്ന ഒരു കലാകാരിയല്ലേ. ഞാൻ കണ്ടെത്തിയിരിക്കും. ഗുഡ് നൈറ്റ് ഋതിക. ഗുഡ് നൈറ്റ് മാം. എന്തിനാ SP മാഡം വിളിച്ചത്? അമ്മയെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയാൻ. അല്ല, എന്തിനാ ഈ പത്മാവതി മാഡം ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത്? അതാ രാജു ഞാനും ആലോചിക്കുന്നത്. ആർക്കും പിടികൊടുക്കാതെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ പത്മാവതി മാഡം ആരെങ്കിലും പേടിക്കുന്നുണ്ടാവും. അമ്മ എന്തിനാ അങ്ങനെ പേടിക്കുന്നേ? അമ്മമ്മയെ പോലൊരാള് സ്വന്തം അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പേടിക്കുന്നേ? അതെ മാഡം, ഇതൊരു വലിയ കഥ തന്നെയാ. അറിയും തോറും കുരുക്കുകൾ മുറുകി മുറുകി വരുന്ന കഥ. ഏതോ ഒരു ജഗന്നാഥൻ ഈ കഥയിലുണ്ട്. ആരായിരിക്കും അയാള്? അകലേ നോവിനാലേ